എന്നതുപോലെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഭൗതിക ജീവിതം എന്നത് അത് യഥാർത്ഥത്തിൽ പരലോകത്തിന് വേണ്ടിയുള്ള ഒരു കൃഷിയിടമാണ്. അദ്ദുന്യാ മുസ്റാഅത്തുൽ ആഖിറ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കൃഷിയിടത്തിൽ ഇയാൾ ഇറക്കേണ്ട വിത്ത്, അതിനയാൾ നൽകേണ്ട വളവും വെള്ളവും ശുശ്രൂഷകളും, ആ ശുശ്രൂഷകളിൽ അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാൾ അയാൾ വിജയിച്ചു കഴിഞ്ഞിരിക്കും, സംശയിക്കേണ്ടതില്ല. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? ഒന്ന്, അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. രണ്ടാമത്തേത് വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. മൂന്നാമത്തേത് ഹും ലിസക്കാത്തി ഫാഇലൂൻ. നാലാമത്തേത് ഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ. അഞ്ചാമത്തേത് ലിയമാനാത്തിഹിം വഅഹ്ദിഹിം റാഊൻ. 6 അലാ സ്വലാത്തിഹിം യുഹാഫിളൂൻ. 6 കാര്യമാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, അവർ നമസ്കാരത്തിൽ ഖുശൂ ഉള്ളവരായിരിക്കണം. ഖുശൂ എന്നതിന് 2 രീതിയിൽ ഖുശൂ ഉണ്ട്. ഒന്ന്, നമസ്കാരത്തിൻ്റെ ബാഹ്യ രൂപത്തിൽ അവൻ്റെ ശരീര അവയവങ്ങൾ അത് ചലിക്കേണ്ട അനക്കേണ്ട സമയത്ത് മാത്രം അനക്കുകയും അല്ലാത്തപ്പോഴൊക്കെ അത് അടക്കി വെക്കുകയും നമസ്കാരത്തിൽ സുജൂദിൻ്റെ ഭാഗത്തേക്ക് മാത്രം നോക്കി നിൽക്കുകയും അങ്ങനെ അതിന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചൊല്ലി ചെയ്ത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബാഹ്യമായുള്ള അതിൻ്റെ ഖുശൂ എന്ന് പറയുന്നത്. എന്നാൽ അതിൻ്റെ ആന്തരികമായ ഖുശൂ ആ നമസ്കാരത്തിൽ കൂടുതൽ ദത്തശ്രദ്ധനായിരിക്കുകയും നമസ്കാരത്തിൽ നിന്ന് ശ്രദ്ധ മാറിപ്പോവാത്ത വിധം തൻ്റെ മനസ്സിലേക്ക് എന്തെങ്കിലും കടന്നു വരാതെ സൂക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ആന്തരികമായ ഖുശൂ എന്ന് പറയുന്നത്. അത് മനുഷ്യന് വളരെ പ്രയാസപ്പെട്ട് നേടിയെടുക്കേണ്ട ഒരു സംഗതിയാണ്. ഇത്ര എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു കാര്യമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ നമസ്കാരത്തിൽ അന്യചിന്തകൾ വരികയും നമസ്കാരം എത്രയാണ് എന്ന് നമസ്കരിച്ചത് എന്ന് പോലും ഓർമ്മയില്ലാതിരിക്കുകയും അവസ്ഥയൊക്കെ മനുഷ്യന് സംഭവിക്കാം. അതുകൊണ്ട് നമസ്കാരം ബാഹ്യമായി ബാത്തിലാവുകയില്ല, ബാത്തിലാവുമെന്ന് പറയുന്നുമില്ല. എന്നാൽ പോലും ഈ ഖുശൂ ഉണ്ടാവാൻ വേണ്ടി മനുഷ്യൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നമസ്കാരം കൊണ്ട് യഥാർത്ഥത്തിൽ എന്താണോ ഉദ്ദേശിച്ചിട്ടുള്ളത് അത് ജീവിത വിശുദ്ധിയാണ്. ആ വിശുദ്ധി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതും ഈ ഖുശൂഇൻ്റെ, അതായത് നമസ്കരിക്കുന്ന സമയത്ത് മാത്രമല്ല, ഈ ഒരു സൂക്ഷ്മതയും ഭക്തിയും ഭയവും ഒക്കെ ജീവിതത്തിൽ ഉടനീളം അയാൾക്കുണ്ടായിരിക്കേണ്ടതുണ്ട്. അപ്പോൾ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ബോധവും അള്ളാഹുവിൻ്റെ മുമ്പിൽ താൻ ഹാജരാക്കപ്പെടും, അവിടെ തൻ്റെ കർമ്മങ്ങൾ പരിശോധിക്കപ്പെടും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തനിക്ക് വിജയപരാജയങ്ങൾ ലഭിക്കുക എന്നുള്ള ഈ ബോധ്യം ഒരാൾക്കുണ്ടെങ്കിൽ അയാൾ ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ടാണ് ജീവിക്കാനുള്ളതാണ്. അപ്പോൾ അത്തരമൊരു ജീവിതത്തിൽ ഇയാളുടെ നമസ്കാരം അയാൾക്ക് പ്രയോജനപ്പെടേണ്ടതുണ്ട്.